സ്വലാത്തിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് തൻഹാനിൽ ഫശ്ശായി വൽ മുൻകർ എന്നത്. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. ഒരു ഹദീസ് കേൾക്കുക. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഹാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിലക്കി, അൻ നുഖറത്തിൽ ഖുറാബ്, കാക്ക കൊത്തുന്നത് പോലെയുള്ള കൊത്തലിനെ തൊട്ട്. ജീവജാലങ്ങളുടെ പ്രകൃതിപരമായ ചില കിടപ്പുകളുണ്ട്. ശരീരശാസ്ത്രം, അനാട്ടമി. അള്ളാഹുവിൻ്റെ റസൂല് എല്ലാ വിജ്ഞാനത്തിൻ്റെയും സ്രോതസ്സാണ്. 3 ജീവികളുടെ ശരീരഘടന മനസ്സിലാക്കിയിട്ട് ആ 3 ജീവികളുടെയും ശൈലിയിലാവരുത് നിസ്കാരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബിതങ്ങൾ ഉപദേശിക്കുക. അതിലൊന്ന് നുഖറത്തുൽ ഖുറാബ്, കാക്കകൊത്ത്. നമ്മുടെ പള്ളിയിലെ ഇമാമുകാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഏതെല്ലാം കാക്കകൊത്തുകാരുണ്ട്, അവരെ അതിൽ നിന്ന് പിൻവലിപ്പിക്കണം. കാരണം നബിതങ്ങൾ നഹി ചെയ്ത കാര്യം. കാക്കകൊത്ത് എന്ന് പറയുന്നത് പ്രധാനമായും സുജൂദിലാണ്. കാക്ക ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി താഴോട്ട് തല കൊണ്ടുപോയാൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ തല അവിടെ നിന്ന് മേൽപോട്ട് എടുക്കും. അതാണ് ഒരു കാക്കകൊത്ത്. ഇനി അതിൻ്റെ തുണയാകുന്ന റുക്കൂഴിലേക്ക് പോയി ഉടനെ തന്നെ പൊങ്ങുന്നതിനാണ് കാക്കകൊത്ത് എന്ന് പറയും. എഴുത്തിദാലിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം, എഴുത്തിദാല് എന്ന വാക്കിൻ്റെ സാരം തന്നെ അറ്റൻഷൻ, സ്റ്റാൻഡിങ് അപ്രൈറ്റ്, പോയ്സ്, ബാലൻസ്, ഇതൊക്കെയാണ് എഴുത്തിദാലിൻ്റെ അർത്ഥം. ഈ പോയ്സ് എന്ന് പറയുമ്പോഴും ബാലൻസ് എന്ന് പറയുമ്പോഴും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൽ മറ്റൊരു ഫർളിനുമില്ലാത്ത ഒരു ബാലൻസ് ഫർളാണ് എന്നതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത്. ഒരു മനുഷ്യൻ ആണാണെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ, അവൻ്റെ മാസ്, അവൻ്റെ ബോഡി, അതിൻ്റെ ഭാരത്തിൻ്റെ നേർപകുതി ഉണ്ടാവുക പൊക്കിളിന്മേലോ സ്വൽപ്പം മുകളിലോ ആയിരിക്കും. അതാണ് സെൻറ്റർ, മാസിൻ്റെ സെൻറ്റർ, കേന്ദ്രബിന്ദു എന്ന് പറയും. അങ്ങനെ കേന്ദ്രബിന്ദുവിൽ ഭാരത്തെ ലെവലാക്കി കൊണ്ടുവരുന്ന ഒരേ ഒരു ഫർള് അത് എഴുത്തിദാൽ. കാരണം കൈകൾ രണ്ടും താഴോട്ട് തൂക്കിയിട്ടെങ്കിൽ മാത്രമേ കിലോ കണക്കായി വരികയുള്ളൂ. ഒരു ബോഡിയുടെ നേർപകുതി ഭാരം പൊക്കിളിൻ്റെ താഴോട്ടും നേർപകുതി ഭാരം അതിൻ്റെ മേൽപോട്ടും ആയി നിൽക്കുമ്പോഴാണ് തുലാസിലെ സൂചി പോലെ സെൻറ്ററിൽ മാസിൻ്റെ വെയിറ്റ് അതിൻ്റെ സെൻറ്ററിൽ ഒതുക്കി നിർത്തലുണ്ടാവുകയും റുക്കൂഴിലേക്ക് പോകുന്ന അവസരത്തിൽ സ്വഭാവം മാറും. സുജൂദിലേക്ക് പോകുമ്പോൾ സ്വഭാവം മാറും. ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക, അപ്പോൾ തന്നെ കൈ തൂക്കിയിട്ട് നിൽക്കുക. കൈ നെഞ്ചിന് താഴെ കെട്ടലാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ നിസ്കാരത്തിൽ ഖിയാമിൽ ചെയ്യൽ. അപ്പോൾ ഖിയാമിൽ കൈ കെട്ടുന്ന അവസരത്തിലും മാസിൻ്റെ ഭാരം അതിൻ്റെ യഥാർത്ഥ സെൻറ്ററിലേക്ക് വരില്ല. കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. എന്നാൽ ആട്ടം നിർത്തിക്കൊണ്ട് പരിപൂർണമായി ആ സെൻറ്ററിൽ തന്നെ ഭാരം കറക്റ്റായി നിൽക്കുക, തുലാസിൽ നിൽക്കുക എന്നതുപോലെ ബാലൻസ് നൃത്തം
അതുണ്ടാകുന്നത് നാം എഴുത്തിദാൽ എന്ന് പറയുന്ന ഫർളിലാണ്. അതിനെയാണ് തുമൈനിനത്ത് എടുക്കാതിരിക്കുന്ന അവസരത്തിൽ ബാലൻസ് ശരിയാക്കാൻ സമയം കൊടുക്കാതെ ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിക്കുന്നു. എന്താണ് തങ്ങൾ വിരോധിക്കുന്നത്? ഇർഫഅ റഅസക ഹത്താ തഅ്തദില ഖായിമ. ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ആ ആളോട് പറഞ്ഞതാണ്, റുകൂയിൽ നിന്ന് ഇർഫഅ റഅസക, തല ഉയർത്തു, ഹത്താ തുആദില ഖായിമ. മറ്റൊരു റിപ്പോർട്ടിൽ ഹത്താ തഅ്തദില. എന്താ തഅ്തദിലിൻ്റെ അർത്ഥം? നീ ബാലൻസ് ശരിയാക്കുക. റുകൂയിൽ നീ ബാലൻസ് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയിരുന്നു, എന്നാൽ അടുത്തത് ബാലൻസ് നേരെയാക്കലാണ്. ഖായിമൻ. ആ എഴുത്തിദാലിലേക്ക് എത്തിച്ചേർന്നാൽ കൊത്തൽ പരിപാടി പറ്റൂല, നുക്റത്തുൽ ഖുറാബ് പറ്റില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നഹാനിയാൻ നുക്റത്തുൽ ഖുറാബ്. അപ്പോൾ എഴുത്തിദാൽ എന്ന് പറയുന്നത് പരിപൂർണമാകുന്നത് എപ്പോഴാണ്? യഊദു കുല്ലു ഫഖാരിൻ ഇലാ മൗളിഇഹി. ഇത് കഴിയുമ്പോഴാണ്. എഴുത്തിദാൽ, അതിൽ തുമാനിനത്ത് ലഭ്യമായിട്ടില്ല എങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും. എന്നാൽ എഴുത്തിദാലിൽ പറയാൻ ആവശ്യമായിട്ടുള്ള ദിക്റുകളുണ്ട്. അത് ഫുള്ളായിട്ട് പറഞ്ഞില്ലെങ്കിലും അത് പറയൽ സുന്നത്തുണ്ട്, പറയുകയാണ് വേണ്ടത്. ഇമാമു ഖൗമി മഹ്സൂരീന ചൊല്ലേണ്ടത് കുറേ കൂടുതലുണ്ട്, അവിടേക്കൊന്നും പോവേണ്ടതില്ല. എന്നാൽ എല്ലാ ഇമാമുകളും ചൊല്ലേണ്ട ഒന്നാണ് റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അർളി വമിൽ അമാ ശിഅത മിൻ ശൈഇൻ ബഅദു. അത് ചൊല്ലാൻ, അത്രയും ചൊല്ലാൻ ആരോടും തൃപ്തി ചോദിക്കേണ്ട കാര്യമില്ല. അത് അനിവാര്യമായ ഖദറാണ്. അത് ചൊല്ലാൻ നിൽക്കാതെ, അല്ലെങ്കിൽ ചൊല്ലുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം കരുതാതെ ആ കാര്യം ഒരു അയലിൽ കയറ്റി വിട്ടുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് ആ നിസ്കാരത്തിന് പോലീസ് പദവി എത്താതിരിക്കുന്നത്.